ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന പോച്ചൽ ഖാദറും സംഗീതം ജോൺസനുമാണ്. ജോൺസനുമായിട്ടുള്ള ബന്ധം നമുക്ക് സന്ദർഭം എന്ന ചിത്രത്തിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. നേരത്തെ ജോൺസൺ ദേവരാജൻ മാസ്റ്ററുടെ കണ്ടക്ടറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആളായിരുന്നപ്പോഴത്തേക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തമായ മ്യൂസിക് ഡയറക്ടർ ആയതിനു ശേഷം നമ്മൾ ജയിച്ച് നമ്മുടെ സന്ദർഭമായിരുന്നു. അതിനുശേഷം കുറേ ചിത്രങ്ങൾ ജോൺസൺ ജൂബിലി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കഥ ഇതുവരെ. ഈ കഥ ഇതുവരെ എന്ന ചിത്രത്തിന് ആണ് ചിത്രയെ ആദ്യമായി മദ്രാസിൽ കൊണ്ടുവന്ന് പാടിക്കുന്നത്. അന്ന് മദ്രാസിൽ വെച്ചൊരു ഗാനം ഇഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ അവൈലബിളായിട്ട് ഏറ്റവും വളരെ പ്രശസ്തരായ മൂന്ന് ഗായകരുണ്ട്. ഒന്ന് എസ് ജാനകി, പി സുശീല, വാണി ജയറാം, ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് സാധാരണ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ പുറത്തുനിന്ന് ആളെ കൊണ്ട് പാടിക്കുന്നില്ല. എന്തിനു വേറെ റിസ്ക് എടുക്കണം എന്നുള്ളത്. പക്ഷേ എനിക്ക് നോക്കത്ത ദൂരത്തിലെ 1000 കണ്ണുമായി എന്ന ചിത്രത്തിൻ്റെ പാട്ട് കേട്ടപ്പോൾ ഞാൻ ജോൺസണോട് പറഞ്ഞു, ജോൺസാ നമുക്ക് ആ കുട്ടിയെ കൊണ്ടൊന്ന് പാടിക്കാം. ജോൺസൺ പറഞ്ഞു, അവിടുന്ന് കൊണ്ടുവന്നൊക്കെ പാടിക്കുന്ന എക്സ്പെൻസ് ഇല്ല, അതിൽ ആ കാശിൻ്റെ ഇവിടെ വിലക്കോട് കൊടുത്ത് പാടിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് അതിനെ കൊണ്ടൊന്ന് പാടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തുള്ള എൻ്റെ മാനേജർ പറഞ്ഞ് ചിത്രയുടെ വീട്ടിൽ പോയി പറഞ്ഞ് ചിത്രയും ഫാദറും കൂടെ മദ്രാസിൽ വന്നു. രാവിലത്തെ ട്രിവാൻഡ്രം മെയിലിൽ വന്ന് പാട്ട് പഠിപ്പിച്ചു. പാമ്പുകുരം ഹോട്ടലിൽ അവർ താമസിച്ച് ഫ്രഷായി